ഗർഭകാലത്ത് ഓരോ മാറ്റങ്ങളും നമ്മളെ ആശങ്കപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബ്രൗൺ നിറത്തിലുള്ള ഡിസ്ചാർജ് കാണുമ്പോഴും നാം ഭയപ്പെടുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് അറിയാം. ഗർഭകാലത്ത് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതിൽ വളരെ സാധാരണമായ ഒന്നാണ് വജൈനൽ ഡിസ്ചാർജ്. എന്തുകൊണ്ടാണ് ഡിസ്ചാർജ് ഉണ്ടാകുന്നത്? ഇത് ഹോർമോൺ മാറ്റങ്ങൾ മൂലമാണ്, പ്രത്യേകിച്ച് ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ വർധനവ്. കൂടാതെ വജൈനയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിക്കുന്നു. അതിനാൽ ഇവയൊക്കെ ചേർന്ന് ഡിസ്ചാർജ് ഉയരുന്നു. നമ്മുടെ ശരീരം ബാക്ടീരിയകൾക്ക് നേരെ കാവൽ നിലനിർത്തുവാൻ ഈ ഡിസ്ചാർജുകൾ ഉപയോഗിക്കുന്നു. ഇത് നിങ്ങളുടെ കുഞ്ഞിന് സംരക്ഷണത്തിന് സഹായിക്കുന്നു. ഡിസ്ചാർജ് നിറങ്ങൾ എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? വൈറ്റ് അല്ലെങ്കിൽ ക്ലിയർ കളർ. വൈറ്റ് അല്ലെങ്കിൽ ക്ലിയർ കളറിലുള്ള ഡിസ്ചാർജ് വളരെ സാധാരണമാണ്. തീർച്ചയായും ഇത് പേടിക്കേണ്ടതില്ല. അടുത്തത് ബ്രൗൺ നിറത്തിലുള്ള ഡിസ്ചാർജ്. ബ്രൗൺ ഡിസ്ചാർജ് പഴയ രക്തം പുറത്തേക്ക് വരുന്നതാണ്. ആദ്യ ഗർഭകാലത്തുണ്ടാകാം, അല്ലെങ്കിൽ ലാസ്റ്റ് പീരീഡ്സിൽ സംഭവിച്ച രക്തം ബാക്കിയുള്ളതാവാം. തുടർച്ചയായി ഈ ബ്രൗൺ നിറത്തിലുള്ള ഡിസ്ചാർജ് കാണുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണണം. മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഡിസ്ചാർജ്. ഇത് അതീവ ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും ഇൻഫെക്ഷൻ്റെ ലക്ഷണമായിരിക്കും ഈ കളർ ഡിസ്ചാർജ്. ഇത് ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ട ഒരു അവസ്ഥയാണ്. പിങ്ക് കളർ ഡിസ്ചാർജ് ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ സ്കാനിങ് അല്ലെങ്കിൽ സെർവിക്കൽ ചെക്കപ്പ് അതിനെല്ലാം ശേഷം ഉണ്ടാകുന്ന ഒരു വേദനയോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആയിരിക്കും. അത് അത്ര വിഷമം ഉണ്ടാക്കുന്നതല്ല. അത് വലിയ കാര്യമാക്കേണ്ടതില്ല. ചുവപ്പ് അല്ലെങ്കിൽ റെഡ് ബ്ലീഡിംഗ് ഗൗരവമായി കണക്കാക്കണം. ഉടനെ ഡോക്ടറെ കാണണം. കഠിനമുള്ള ഡിസ്ചാർജ്, കുഴച്ചതുപോലെയുള്ള ടെക്സ്ചർ അല്ലെങ്കിൽ കഠിനവും വേദനയും പിന്നെ പനിയും ഒക്കെ ഉള്ള ഡിസ്ചാർജ് ആണെങ്കിൽ, അല്ലെങ്കിൽ അടിവയറ്റിന് വേദന തുടങ്ങിയവ ഉണ്ടെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഗർഭകാലത്തെ ചില ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസ് ആണ്. ഡോക്ടേഴ്സിനെ കൺസേൺ ഇല്ലാതെ സ്വയം സിംറ്റംസ് നോക്കി നിങ്ങൾ ഒരു നിഗമനത്തിൽ എത്തരുത്. അതിൽ ആദ്യത്തേതാണ് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി അതായത് ഗർഭപാത്രത്തിൻ്റെ പുറത്തായി ഗർഭം വളരുന്ന അവസ്ഥ. ഇത് അണ്ഡാശയത്തിലാകാം, ഫലോപ്പിയൻ ട്യൂബിലാവാം, അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്താകാം. ഇത് തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ഒരു ഇഞ്ചക്ഷനിൽ കൂടി മാറ്റിയെടുക്കാവുന്നതാണ്. എന്നാൽ വൈകിക്കഴിഞ്ഞാൽ ഇത് വയറ്റിനകത്ത് അനിയന്ത്രിതമായ രക്തസ്രാവമുണ്ടാക്കി പേഷ്യൻറ്റിനെ അപകടത്തിൽപ്പെടുത്താവുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റും. അതുകൊണ്ട് തന്നെ ഏർലി പ്രഗ്നൻസി ടൈമിൽ വളരെ ശക്തിയായ അടിവയറ്റ് വേദന വയറിൻ്റെ ഇരുവശങ്ങളിൽ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്ടറിനെ കാണേണ്ടതാണ്. ഇതുകൂടാതെ കണ്ടുവരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ്. ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ ഉറച്ചു വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ചെറിയ രീതിയിലുള്ള ബ്ലീഡിംഗ്. പിന്നെ സെർവിക്കൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാവുന്ന ബ്ലീഡിങ്ങും വരാറുണ്ട്. ഒരു ഗർഭിണി ബ്ലീഡിംഗ് കാരണം ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ആദ്യം സ്കാനിങ്ങിനാണ് നിർദ്ദേശിക്കാറുള്ളത്. സ്കാനിങ്ങിൽ കുട്ടിയുടെ പൊസിഷൻ, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്, വളർച്ച, ഗർഭപാത്രത്തിൽ മുഴകളോ സിസ്റ്റോ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. ഒരു നോർമൽ അൾട്രാസൗണ്ട് റിസൾട്ട്, അതായത് ഹാർട്ട് ബീറ്റ്, വളർച്ച ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ പ്രൊജസ്ട്രോൺസ് ഇഞ്ചക്ഷൻ, റെസ്റ്റ് എടുക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് നൽകാറുള്ളത്. ഇതിനെ ത്രെറ്റൻഡ് അബോർഷൻ എന്ന് വിളിക്കുന്നു. അതായത് ബ്ലീഡിംഗ് ഉണ്ടെങ്കിലും ഗർഭത്തിന് കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാവുന്ന അവസ്ഥ. എന്നാൽ വളരെ ചുരുക്കം ചില കേസിൽ ബ്ലീഡിംഗ് കൂടുകയും അസഹനീയമായ അടിവയറ്റ് വേദനയും ഉണ്ടാവാറുണ്ട്. ഈ അവസ്ഥയിൽ നമുക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോവാറുണ്ട്. പല അമ്മമാരുടെയും മറ്റൊരു സംശയമാണ് ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാകുമോ എന്നത്. സാധാരണ ആദ്യ നാളുകളിൽ കാണുന്ന ബ്ലീഡിംഗ് കൊണ്ട് ഒരു നോർമൽ കേസിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ വൈകല്യമുള്ള ഗർഭത്തിൽ നോർമൽ ഗർഭത്തിനേക്കാൾ ബ്ലീഡിംഗ് കൂടുതലായിരിക്കും.
60 മുതൽ 80% ഫസ്റ്റ് ട്രൈമസ്റ്റർ അബോർഷന് കാരണം ജനിതക വൈകല്യവും കുഞ്ഞിന് വളരാനുള്ള കഴിവില്ലായ്മയും കാരണമാണ്. ഇത് ഗർഭിണിയുടെ ശ്രദ്ധ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാത്തത് കൊണ്ടോ അല്ല. ഇങ്ങനെയുള്ള കേസിൽ മരുന്നുകൾക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയുള്ള ഗർഭം തുടരുവാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് അത് അബോർഷനായി തീരാറുള്ളത്.